എനിക്കിപ്പോഴും ഇന്ദ്രേട്ടൻ വന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പല അത്ഭുതങ്ങളും നടക്കാറുള്ള തറവാടാ ഇതെന്നാ പറയാറുള്ളത്. ഇനി അങ്ങനെ വല്ല അത്ഭുതമാണോ ഇത്? കല്യാശ്ശേരിയിൽ സ്വത്ത് മോഹിച്ചാണ് ഇന്ദ്രൻ വന്നതെന്ന് അനുവിന് തോന്നിയില്ലല്ലോ. അതിന്റെ ഭാഗ്യം. സ്വത്തിനും പണത്തിനും ആർത്തിയുള്ള ആളാണ് ഇന്ദ്രേട്ടനെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോ ഇന്ദ്രേട്ടന്റെ അമ്മ അങ്ങനെ ചിന്തിച്ചേക്കാം. ഏതായാലും അതിനുവേണ്ടി ഇന്ദ്രേട്ടൻ എന്റെ മുന്നിൽ വന്ന് അഭിനയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാ ഞാൻ ശരിക്കും എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് അനുവിനോട് പറയാം. രാവിലെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അച്ഛനോ? അച്ഛൻ ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? ആ അതെ അനു. അച്ഛൻ മറ്റാരുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞു. അതെന്താ അച്ഛൻ ഫോൺ പോലും എടുക്കാതെ പുറത്തു വന്ന് ഇന്ദ്രേട്ടനെ വിളിച്ചേ? അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ഇന്ദ്രേട്ടൻ ഇങ്ങോട്ട് വരണമെന്ന് അച്ഛൻ വിളിച്ചു പറയാൻ എന്താ ഇന്ദ്രേട്ട കാര്യം? അച്ഛൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം ഒരു യാത്ര പോകുമെന്ന് എന്നോട് പറഞ്ഞു. അച്ഛൻ തിരിച്ചു വരുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണമെന്നും അനുവിനെയും മോനെയും തറവാട്ടിൽ നിർത്തുന്നതിൽ ചില അപകടങ്ങളുണ്ടെന്നും പറഞ്ഞു. എന്താ അപകടം? മക്കൾ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അച്ഛൻ ഇങ്ങനൊരു യാത്ര പുറപ്പെട്ടത്? എനിക്ക് ഇന്ദ്രേട്ടൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. മക്കൾ എപ്പോഴും അച്ഛനെ ആശ്രയിച്ച് കഴിയുന്നതുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ ഭർത്താക്കന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തെന്നൊരു തോന്നല് അച്ഛനുണ്ടായി കാണും. ആരെയും കൈവിടുകയല്ല, പെട്ടെന്നൊരു ദിവസം അച്ഛനില്ലാതായാൽ മക്കൾ എങ്ങനെ അതിജീവിക്കുന്നു, ആരൊക്കെ അവരെ സംരക്ഷിക്കാനുണ്ടാവുന്നു അച്ഛൻ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് കൂടിയാ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ അടുത്ത കാലത്ത് അച്ഛന്റെ മനസ്സിന് താങ്ങാനാവാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ദയയും മഞ്ചാടിയും ഒക്കെ ഇനി മുതൽ പഞ്ചരത്നം വീടിനെ മറന്നേക്കാം, തറവാട് മതി എന്ന തീരുമാനം എടുത്തതൊക്കെ അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയ അന്ന് തന്നെ ആരോടും ഒന്നും പറയാതെ അച്ഛൻ പഞ്ചരത്നത്തിലേക്ക് മടങ്ങിയത്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനൊരു യാത്ര പുറപ്പെടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇന്ദ്രേട്ട. ഇതിലിപ്പോ അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതുവരെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചേ. അച്ഛന്റെ തണലിലല്ലാതെ മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കേണ്ടതും ഒരച്ഛന്റെ കടമയല്ലേ. അങ്ങനെ അദ്ദേഹത്തിന് തോന്നിക്കാണും. എനിക്കിത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇന്ദ്രേട്ട. അച്ഛനില്ലാത്തൊരു കാലം സങ്കല്പിക്കാൻ പോലും എനിക്ക് വയ്യ. അനു, എന്തേത്? ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. അച്ഛൻ വരും. അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ മക്കൾ അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി പോകണമെന്ന് മാത്രം. നിന്റെയും മോന്റെയും കാര്യത്തില് ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിലും നിങ്ങളെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാ. അത് വേണ്ട ഇന്ദ്രേട്ട, അതിന് സമയമായിട്ടില്ല. ഞാനിപ്പോ കൂടെ വന്ന എനിക്ക് താഴെയുള്ളവരുടെ കാര്യം എന്താവും? അവരെ ഇവിടെ വിട്ടിട്ട് വരാൻ എനിക്കാവില്ല. എനിക്ക് ഇന്ദ്രേട്ടനുണ്ട്, അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടനും ഉണ്ട്. ഇനി
നമ്മൾ ഒരുമിച്ച് നിന്ന് അനിയത്തിമാരെ കരക്കെത്തിക്കണം ഇന്ദ്രേട്ട. അച്ഛൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും. ശരിയാ. രഘുവിനെയും ഇന്ദ്രനെയും എല്ലാം ഏൽപ്പിച്ചു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാനുള്ള കടമ എനിക്കുണ്ട്. അതിന് ഇന്ദ്രേട്ടൻ തയ്യാറാണോ? എന്റെ കൂടെ ഇന്ദ്രേട്ടൻ നിൽക്കൂ. ഇല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ട് വരുവാണ്. എന്നവാ തറവാട്ടി പോയിരിക്കാം.